TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. On the basis of function, animal tissues can be classified into 4 major types. അപ്പോൾ ആ ടിഷ്യൂസ് ചെയ്യുന്ന ധർമ്മം അനുസരിച്ച് നമുക്ക് 4 ടൈപ്പ് ടിഷ്യൂസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണത്? ഒന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ടിഷ്യൂസിനെ, ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസിനെ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു 4 കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്താം. ഏതൊക്കെയാണ് ആ 4 കാറ്റഗറി? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ. This tissue has a free surface which faces either the body fluid or the outside environment and thus provides covering or a lining for some parts of the body. ഈ ടിഷ്യൂസിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഹാസ് എ ഫ്രീ സർഫസ്. അത് എവിടെ ഫേസ് ചെയ്തിരിക്കാം? എയ്തർ എ ബോഡി ഫ്ലൂയിഡ്, ഒരു ബോഡി ഫ്ലൂയിഡിനകത്തേക്ക് ഫേസ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഓർ ദ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ നമ്മുടെ സ്കിന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ടാണ്. ഇപ്പോൾ സ്കിന്നിനെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയായിട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിലേക്കാണ് സ്കിന്ന് ഫേസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ വായ്ക്കകത്തുള്ള ബക്കൽ എപ്പിത്തീലിയൽ സെൽസ് ഇതെവിടെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? ഇൻസൈഡ്, അകത്താണ് അകത്തോട്ട് ഒരു ബോഡി ഫ്ലൂയിഡ്, സലൈവ എന്ന് പറഞ്ഞൊരു ബോഡി ഫ്ലൂയിഡ് ഉണ്ട്. ആ ബോഡി ഫ്ലൂയിഡിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ, എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അതിനൊരു ഫ്രീ സർഫസ് ഉണ്ടാകും. അത് എവിടെ ഫേസ് ചെയ്തിരിക്കും? എയ്തർ എ ബോഡി ഫ്ലൂയിഡ്, ഒരു ബോഡി ഫ്ലൂയിഡിനകത്തേക്ക് ഫേസ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ്, പുറത്തുള്ള അന്തരീക്ഷത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കാം. ആൻഡ് ദസ് പ്രൊവൈഡ് കവറിങ് ഓർ എ ലൈനിങ് ഫോർ സം പാർട്സ് ഓഫ് ദ ബോഡി. അപ്പോൾ ചില പാർട്സുകളെ കവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലൈൻ ചെയ്തുകൊണ്ട്, ആവരണം ചെയ്തുകൊണ്ട് കാണുന്ന ടിഷ്യൂസാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ വരുന്ന സെൽസിൻ്റെ പ്രത്യേകത എന്താ? ദ സെൽസ് ആർ കോമ്പാക്റ്റ്ലി പാക്ഡ്. വളരെ അടുക്കി, തിങ്ങി, ഞെരുങ്ങി ക്രമീകരിക്കപ്പെടുന്ന സെൽസ് ആയിരിക്കും, വിത്ത് വെരി ലിറ്റിൽ ഇന്റർസെല്ലുലാർ മാട്രിക്സ്. അപ്പോൾ അവിടേക്ക് ഇടയ്ക്ക് സെല്ലുകൾക്കിടയ്ക്കുള്ള ആ ഒരു ഫ്ലൂയിഡ്, അതിനെയാണ് നമ്മൾ ഇന്റർസെല്ലുലാർ മാട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇന്റർസെല്ലുലാർ മാട്രിക്സിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ദ സെൽസ് ആർ കോമ്പാക്റ്റ്ലി പാക്ഡ്, വളരെ ഞെരുക്കി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സെൽസ് ആയിരിക്കും, വിത്ത് വെരി ലിറ്റിൽ ഇന്റർസെല്ലുലാർ മാട്രിക്സ്. ഇന്റർസെല്ലുലാർ മാട്രിക്സ് വളരെ കുറവായിരിക്കും. അതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ പ്രത്യേകത. വളരെ ഞെരുക്കി, വളരെ അടുക്കി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സെല്ലുകളായിരിക്കും. വളരെ കുറച്ച് മാത്രമേ ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്റർസെല്ലുലാർ സ്പേസിനകത്ത് കാണുന്ന ഫ്ലൂയിഡ് മാട്രിക്സും വളരെ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ. ഇനി എപ്പിത്തീലിയൽ ടിഷ്യൂസിന് നമുക്ക് അതിൻ്റെ എത്ര ലേയേഴ്സ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട്: സിമ്പിൾ എപ്പിത്തീലിയം എന്നും കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്നും. എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഫർദർ കാറ്റഗറൈസ്ഡ് ഇൻടു 2 കാറ്റഗറീസ്, ദാറ്റ് ഈസ് സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഓരോന്നായിട്ട് പരിശോധിക്കാം. എന്താണ് സിമ്പിൾ എപ്പിത്തീലിയം? കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഒറ്റ ലെയർ മാത്രമേ ഈ ടിഷ്യൂസിലെ സെല്ലുകൾക്കുണ്ടാവുകയുള്ളൂ. ആൻഡ് ഫങ്ഷൻസ് ആസ് എ ലൈനിങ് ഫോർ ബോഡി ക്യാവിറ്റീസ്, ഡക്ട്സ് ആൻഡ് ട്യൂബ്സ്. അപ്പോൾ ഈ ടിഷ്യൂസ്, സിമ്പിൾ എപ്പിത്തീലിയൽ സെൽസ് പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. ഒറ്റ ലെയർ സെൽസാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ലൈനിങ് ഫോർ ബോഡി ക്യാവിറ്റീസ്. ബോഡി ക്യാവിറ്റീസിനെ അകത്ത് ആവരണം ചെയ്തുകൊണ്ട് കാണുക, ഇന്റേണൽ സർഫസിൽ. ഇപ്പം നമുക്കിതാ ഇവിടെ 2 ബോഡി ക്യാവിറ്റി, നമുക്ക് ശരീരത്തിനകത്തുള്ളതിൽ പ്രധാനമായിട്ട് 2 ബോഡി ക്യാവിറ്റിയാണ്, തൊറാസിക് ക്യാവിറ്റിയും അബ്ഡോമിനൽ ക്യാവിറ്റിയും. നെഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് തൊറാസിക് ക്യാവിറ്റി. വയറിൻ്റെ ഭാഗത്ത് വരുന്ന ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് അബ്ഡോമിനൽ ക്യാവിറ്റി.
പിന്നെയും തലയ്ക്കകത്ത് വേണമെങ്കിൽ ക്രാനിയൽ ക്യാവിറ്റി ഉണ്ട്, സ്പൈനൽ കോഡിന് ആ ഭാഗത്ത് സ്പൈനൽ ക്യാവിറ്റി, അങ്ങനെ പല ക്യാവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ബോഡി ക്യാവിറ്റിക്കകത്ത് അകവശത്തെ ആവരണം ചെയ്തുകൊണ്ട് ആര് കാണും? സിമ്പിൾ എപ്പിത്തീലിയം കാണും. ആൻഡ് ഫങ്ഷൻ ആസ് എ ലൈനിങ് ഫോർ ബോഡി ക്യാവിറ്റീസ്. പിന്നെ എവിടെ കാണാം? ഡക്റ്റുകൾക്കകത്തും ട്യൂബുകൾക്കകത്തും കാണാം. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പടമാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ നമുക്കറിയാം ഓവറിയാണ്. ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവം കൊണ്ടുപോകുന്ന ഡക്റ്റ്, ആ ഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഓവി ഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്. അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻഡ്, സലൈവറി ഗ്ലാൻഡിൽ നിന്നും അതിൻ്റെ സെക്രീഷനാണ് സലൈവ. ആ സലൈവയെ കൊണ്ടുപോകുന്ന ഡക്റ്റാണ് സലൈവറി ഡക്റ്റ്. അപ്പോൾ ഇതുപോലത്തെ ഡക്റ്റുകളുടെയും ട്യൂബുകളുടെയും ഒക്കെ അകവശത്തെ ആവരണം ചെയ്തുകൊണ്ട് കാണുന്നതും സിമ്പിൾ എപ്പിത്തീലിയൽ സെൽസാണ്. അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആൻഡ് ഫങ്ഷൻ ആസ് എ ലൈനിങ് ഫോർ ബോഡി ക്യാവിറ്റീസ്, ഡക്ട്സ് ആൻഡ് ട്യൂബ്സ്. Then next one is compound epithelium. The compound epithelium consists of two or more layers and has protective function as it does in our skin. അപ്പോൾ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം രണ്ടിലധികം ലെയേഴ്സ് ഉണ്ടാകും. കൺസിസ്റ്റ് ഓഫ് 2 or more cell layers. ഇപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയത്തിലാണെങ്കിൽ ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് മാത്രമേ കവർ ചെയ്യാൻ ആവരണം ചെയ്തുകൊണ്ട് കാണുകയുള്ളൂ. എന്നാൽ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൽ വരുമ്പോൾ 2 അതിലധികമോ ലെയർ ഓഫ് സെൽസ് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൽ ഉണ്ടാവും. അപ്പോൾ ഒന്നിലധികം ലെയർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ്. സ്കിൻ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. അപ്പോൾ സ്കിന്നിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷനാണ്. ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ഓഫ് ദ സെൽസ്, simple epithelium is further divided into 3 types. സിമ്പിൾ എപ്പിത്തീലിയത്തിന് അതിൻ്റെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ അനുസരിച്ചിട്ട് വീണ്ടും 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. സിമ്പിൾ എപ്പിത്തീലിയം ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളുംനാർ എപ്പിത്തീലിയം. അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയത്തിനെ അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളുംനാർ എപ്പിത്തീലിയം. അങ്ങനെ 3 ആയിട്ട് സിമ്പിൾ എപ്പിത്തീലിയത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ കാറ്റഗറിയായ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെ പെക്യൂലിയാരിറ്റീസ് നോക്കാം. മേഡ് ഓഫ് എ സിംഗിൾ തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. അപ്പോൾ ഈ സെല്ലുകൾ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും, വളരെ കട്ടി കുറഞ്ഞ തിന്നായിട്ടുള്ള സെല്ലായിരിക്കും. വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്, അതിൻ്റെ ബൗണ്ടറീസിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവില്ല, ഇറഗുലർ ബൗണ്ടറീസ് ആയിരിക്കും. അപ്പം അങ്ങനെ ഇറഗുലർ ബൗണ്ടറീസോടുകൂടെ കാണുന്ന ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള തിൻ ലെയർ ഓഫ് സെൽസ് ആണ് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ്. ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ എ ഫങ്ഷൻ ലൈക്ക് ഫോമിങ് എ ഡിഫ്യൂഷൻ ബൗണ്ടറി. നമ്മുടെ ലങ്സ് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ ആണെന്നുള്ള കാര്യം അറിയാം. ലങ്സിൽ ഏറ്റവും ലാസ്റ്റിലായിട്ട് ചെറിയ ചെറിയ ബലൂൺസുകൾ, വായു സഞ്ചികൾ, വായു അറകൾ പോലെയുള്ള ഭാഗമുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ. അപ്പോൾ ഈ ആൽവിയോളൈ, ഈ എയർ സാക്സുകളെ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ. ഈ ആൽവിയോളൈ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ്. വളരെ തിന്നായിട്ടുള്ള സെൽസാണ് അറിയാം. അപ്പോൾ ആൽവിയോളയ്ക്കകത്ത് നിന്നും ഓക്സിജൻ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നത്, അതുപോലെ ബ്ലഡിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ആൽവിയോളയ്ക്കകത്തേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നതും ഈ ഒരു ബൗണ്ടറി വഴിയാണ്. ആ ബൗണ്ടറിയിലുള്ള സെല്ല് ഏതാണ്? സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് ആണ്. ദേ ആർ ഫൗണ്ട് ഇൻ ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ്. എവിടെയും കാണും, ബ്ലഡ് വെസൽസിലും കാണും. ബ്ലഡ് വെസൽസിൻ്റെ ഭിത്തി, പ്രത്യേകിച്ചും ബ്ലഡ് കാപ്പിലറീസിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ് ബ്ലഡ് കാപ്പിലറീസ്. ബ്ലഡ് കാപ്പിലറീസിൽ അതിൻ്റെ ഭിത്തി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും ഏത് ടൈപ്പ് എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ്? സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ്. അപ്പോൾ അവയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ്? ഇറ്റ് ആക്ട് ആസ് എ ഡിഫ്യൂഷൻ ബൗണ്ടറി. ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ എ ഫങ്ഷൻസ് ലൈക്ക് ഫോമിങ് എ ഡിഫ്യൂഷൻ ബൗണ്ടറി. They are found in the walls of blood vessels
എയർ സാക്സ് ഓഫ് ലങ്സ്. സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ എക്സാമ്പിളായിട്ട് നമുക്ക് എവിടെയൊക്കെ പറയാം? എയർ സാക്സ് ഓഫ് ലങ്സ്, അതല്ലെങ്കിൽ ആൽവിയോളൈ ഓഫ് ലങ്സ്, ബ്ലഡ് വെസൽസ്, വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് എക്സാമ്പിൾസ് ആണ്. സ്ക്വാമസ് എപ്പിത്തീലിയം കാണുന്ന സ്ഥലങ്ങൾക്ക് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സെല്ലുകളുടെ ഷേപ്പ് ക്യൂബ് ലൈക്ക് സെൽസാണ്. ഒരു ക്യൂബിക്കൽ ഷേപ്പാണ് ഈ സെല്ലുകൾക്കുള്ളത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസിനാണെങ്കിൽ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, ഇറഗുലർ ബൗണ്ടറീസ് ആണ്. പക്ഷേ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസിനാണെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്, ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ്. ദിസ് ഈസ് commonly found in ducts of glands and tubular parts of nephrons in kidney. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് സലൈവറി ഗ്ലാൻഡും സലൈവറി ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ കൊണ്ടുപോകുന്ന സലൈവറി ഡക്റ്റും. അപ്പോൾ ഈ സലൈവറി ഡക്റ്റ് അത് ഫോം ചെയ്തിട്ടുള്ളത് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെല്ല് കൊണ്ടാണ്. അതുപോലെ തന്നെ നെഫ്രോൺസ്, ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ. ഇപ്പം നെഫ്രോണിൻ്റെ സ്ട്രക്ചറിൽ നമുക്കറിയാം, ഇവിടെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, കളക്റ്റിംഗ് ഡക്റ്റ്, ഇങ്ങനെ കുറേ ട്യൂബ്യൂൾസുകൾ ചേർന്നതാണ് നെഫ്രോൺ. അപ്പോൾ ഈ ട്യൂബ്യൂൾസുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ്. എന്താണ് ഇവയുടെ ഫങ്ഷൻ? സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. അപ്പോൾ നമുക്കറിയാം നെഫ്രോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ബ്ലഡിൽ നിന്നുള്ള മാലിന്യങ്ങളെ അരിച്ചു മാറ്റുക. അപ്പോൾ ആ ഒരു അരിച്ചു മാറ്റൽ പ്രക്രിയ നടക്കുമ്പോൾ ശരീരത്തിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യണം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ഇത് ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടാനും അതുപോലെ ഇതിനകത്തേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടാനും ഇതിൽ നിന്നും അബ്സോർബ് ചെയ്യുവാനുമായിട്ടുള്ള ഒരു ബൗണ്ടറി ആയിട്ട് ആരിവിടെ ഉണ്ട്? ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ മെയിൻ ഫങ്ഷൻ ഓഫ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത് എന്താണ്? സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. ഇനി ഈ സെല്ലുകളിൽ മറ്റൊരു പ്രത്യേകതയാണ് മൈക്രോവില്ലൈ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇപ്പം വില്ലൈ എന്ന് പറയുന്നത് ഒരു സ്മാൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് സീൻ മെയിൻലി ഇൻസൈഡ് ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ. സ്മാൾ ഇൻറ്റസ്റ്റൈനകത്ത് കാണുന്ന ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ വില്ലൈ എന്ന് വിളിക്കുന്നത്. ആ വില്ലയെ മൈക്രോസ്കോപ്പിൽ കൂടെ ഒബ്സർവ് ചെയ്താൽ ആ വില്ലൈ ഫോം ചെയ്തിരിക്കുന്നത് ഇതുപോലെ അനേകം മൈക്രോ വില്ലൈ ചേർന്നാണ്. അപ്പോൾ ഇവിടെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, നെഫ്രോണിൻ്റെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, നെഫ്രോണിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് പിന്നെ പഠിക്കാനുണ്ട് എക്സ്ക്രീഷനിൽ. ഇപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഈ ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരു ചുരുണ്ട് കിടക്കുന്ന ഒരു ട്യൂബാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് PCT. ആ ഭാഗത്ത് കാണുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്തുകൂടെയുണ്ട്? മൈക്രോവില്ലയും കൂടെ കാണാൻ സാധിക്കും. ഇനി അടുത്ത സിമ്പിൾ എപ്പിത്തീലിയൽ സെൽസാണ് കോളുംനാർ എപ്പിത്തീലിയം. എന്താണ് കോളുംനാർ എപ്പിത്തീലിയത്തിൻ്റെ പ്രത്യേകത? The columnar epithelium is composed of a single layer of tall and slender cells. ഈ സെല്ലുകളുടെ പ്രത്യേകത എന്താണ്? വളരെ നീളമുള്ള സെല്ലാണ്, വണ്ണം കുറവുമാണ്. അപ്പോൾ ടോളും സ്ലെൻഡറുമായിട്ടുള്ള സെല്ലാണ്. ഇപ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഫ്ലാറ്റൻഡ് സെല്ലായിരുന്നു. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത് ക്യൂബ് ലൈക്ക് സെല്ലായിരുന്നു. കോളുംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത് ടോൾ സ്ലെൻഡർ സെൽസാണ്. is composed of a single layer of tall and slender cells. Their nuclei are located at the base. Columnar epithelial cellsന്റെ മറ്റൊരു പ്രത്യേകതയാണ് സെല്ലിൻ്റെ ബേസ് പോർഷനിലായിരിക്കും മിക്കവാറും ന്യൂക്ലിയൈ കാണുക. ആ സെല്ലിൻ്റെ ന്യൂക്ലിയൈ സെല്ലിൻ്റെ സെൻറ്ററിലായിരിക്കില്ല കാണുക. സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊരു ബേസ് പോർഷനിലായിരിക്കും മിക്കവാറും ന്യൂക്ലിയൈ കാണുക. ഫ്രീ സർഫസ് മേ ഹാവ് മൈക്രോവില്ലൈ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നെഫ്രോൺസിൽ മൈക്രോവില്ലൈ കാണുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കോളുംനാർ എപ്പിത്തീലിയം കാണുന്ന എപ്പിത്തീലിയൽ സെൽസിലും ആ ഏരിയാസിലും ഇവിടെ എന്ത് കാണാം? മൈക്രോവില്ലൈ കാണാം. വില്ലൈ ഉണ്ട്,
നേരത്തെ സൂചിപ്പിച്ചു, സ്മാൾ ഇൻറ്റസ്റ്റൈനകത്താണ് വില്ലൈ കാണുന്നത്. ഈ പ്രൊജക്ഷനെയാണ് വില്ലൈ എന്ന് വിളിക്കുന്നത്. ആ വില്ലയുടെ അകത്ത് കാണുന്ന വീണ്ടും ചെറിയ പോർഷൻസിനെയാണ് മൈക്രോ വില്ലൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൈക്രോ വില്ലൈ ഫ്രീ സർഫസസിൽ കാണും. ദേ ആർ ഫൗണ്ട് ഇൻ ദ ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. എവിടെയുണ്ട്? സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനും അകത്ത് ആവരണം ചെയ്തുകൊണ്ട് കാണുന്നത് കോളുംനാർ എപ്പിത്തീലിയൽ സെൽസ് ആണ്. അപ്പോൾ ഇവയുടെയും പ്രത്യേകത, നേരത്തെ നമ്മൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസിൻ്റെ പ്രത്യേകത പറഞ്ഞു, സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. അപ്പം അതേ ജോലി തന്നെയാണ്, ധർമ്മം തന്നെയാണ് കോളുംനാർ എപ്പിത്തീലിയൽ സെൽസ് നിർവഹിക്കുന്നത്, സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. ഇപ്പോൾ ഇൻറ്റസ്റ്റൈനകത്തേക്ക് ഒരുപാട് എൻസൈംസുകളെ സെക്രീറ്റ് ചെയ്യാനുണ്ട്, ഫുഡിൽ നിന്ന് ഒരുപാട് ന്യൂട്രിയൻസുകൾ അബ്സോർബ് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ സെക്രീഷനും അബ്സോർഷനും ഫങ്ഷൻ നിർവഹിക്കുന്ന എപ്പിത്തീലിയൽ സെൽസ് തന്നെയാണ് കോളുംനാർ എപ്പിത്തീലിയൽ സെൽസ്. ഇനി ഒരു മോഡിഫിക്കേഷനാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. എന്താണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം? കോളുംനാർ ഓർ ക്യൂബിക്കൽ സെൽസ് ബിയർ സീലിയ. കോളുംനാർ എപ്പിത്തീലിയൽ സെൽസോ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസോ അതിൻ്റെ പുറത്ത് മൈന്യൂട്ടായിട്ടുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് അതുണ്ടെങ്കിൽ ആ ടൈപ്പ് എപ്പിത്തീലിയൽ സെൽസിനെ വിളിക്കുന്ന പേരാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. കോളുംനാർ സെൽസിലോ ക്യൂബിക്കൽ സെൽസിലോ അല്ലെങ്കിൽ ക്യൂബോയിഡൽ സെൽസിലോ സീലിയ ഉണ്ടെങ്കിൽ ആ സെല്ലിനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? സീലിയേറ്റഡ് എപ്പിത്തീലിയം. Present in the inner surface of hollow organs like bronchioles and fallopian tubes. Bronchioles കേട്ടിട്ടുണ്ടാവും പേര്. ലങ്സിൽ നമ്മുടെ എയർ കൊണ്ടുപോകുന്ന ട്യൂബുകളുണ്ട്. ട്രാക്കിയ കഴിഞ്ഞിട്ട് ട്രാക്കിയ രണ്ടായിട്ട് തിരിക്കും, ബ്രോങ്കൈസ് എന്ന് വിളിക്കും ആ ട്യൂബ്. ആ ബ്രോങ്കൈ ട്യൂബ് പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടെറിഷറി ബ്രോങ്കൈ എന്ന് പറഞ്ഞ് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും മൈന്യൂട്ടായിട്ടുള്ള ട്യൂബ്യൂൾസ് ആയിട്ട് മാറും. ആ ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ബ്രോങ്കിയോൾസ്. ആ ബ്രോങ്കിയോൾസിനകത്ത് ആരെ കാണാൻ സാധിക്കും? സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിനെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഓവറിയിൽ നിന്നും ഓവം വഹിച്ചു കൊണ്ടുപോകുന്ന ട്യൂബാണ് ഫാലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ട്യൂബിനകത്തും ഓവത്തിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കാനായിട്ട് സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് കാണും. അപ്പോൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം എവിടെ കാണുമെന്ന് ചോദിച്ചാൽ ഉദാഹരണം പറയാവുന്നതാണ്. ബ്രോങ്കിയോൾസിൻ്റെ ഇന്നർ സർഫസിൽ കാണും, ഫാലോപ്പിയൻ ട്യൂബ്സിൻ്റെ ഇന്നർ സർഫസിലും സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണാൻ സാധിക്കും. എന്താണ് അവയുടെ ഫങ്ഷൻ? ഈസ് ടു മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ ഓവർ ദി എപ്പിത്തീലിയം. ഇവിടെ ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യുന്നുണ്ട്. ഈ റിലീസ് ചെയ്യപ്പെടുന്ന ഓവം എവിടെ എത്തണം? യൂട്രസിനകത്ത് എത്തണം. ഇപ്പോൾ യൂട്രസിനകത്ത് എത്തണമെങ്കിൽ ഈ ഓവത്തിനെ തട്ടി കൊണ്ടുപോകണം. അതാരാ കൊണ്ടുപോവുക? ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിലെ സീലിയയുടെ ആ സ്പെഷ്യൽ മൂവ്മെൻറ്റ് വഴിയാണ് ഇതെന്ത് ചെയ്യുന്നത്? ഈ ട്യൂബിനകത്തൂടെ നീങ്ങി യൂട്രസിനകത്തേക്ക് എത്തുന്നത്. അപ്പോൾ ദ ഫങ്ഷൻ എന്താണ്? ഈസ് ടു മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ ഓവർ ദി എപ്പിത്തീലിയം. ഇനി അടുത്തത് നമുക്ക് ഈ സെൽസുകൾ ചേരുന്ന ചില ജംഗ്ഷൻസുകളെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ എപ്പിത്തീലിയത്തിനെ കുറിച്ചും കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സെല്ലുകൾ സിമ്പിൾ എപ്പിത്തീലിയത്തിലായാലും കോമ്പൗണ്ട് എപ്പിത്തീലിയൽ സെൽസുകളായാലും അവ പരസ്പരം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു? ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ജംഗ്ഷൻസിനെയാണ് നമ്മൾ സെൽ ജംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു സെല്ല് അടുത്ത സെല്ലുമായിട്ട് എങ്ങനെയാണ് മെറ്റീരിയൽസുകൾ കൈമാറുന്നത്? In nearly all animal tissues, specialized junctions provide both structural and functional links between its individual cells. അപ്പോൾ എല്ലാ അനിമൽ ടിഷ്യൂസിലും പ്രത്യേക തരത്തിലുള്ള സെല്ലുകൾ തങ്ങളിലുള്ള മോഡിഫിക്കേഷൻസ് സെല്ലുകൾ തങ്ങളിൽ ചേരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ അതുവഴിയാണ് സെല്ലുകൾ തങ്ങളിൽ മോളിക്യൂൾസും മറ്റുമൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. Provide both structural and functional links between its individual cells. 3 ടൈപ്പ് സെൽ ജംഗ്ഷൻസുകളുണ്ട്. ആ സെൽ ജംഗ്ഷൻസിൻ്റെ പെക്യൂലിയാരിറ്റി അനുസരിച്ച് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ. ഇതൊക്കെയാണ് പേരുകൾ. ടൈറ്റ് ജംഗ്ഷൻ,
അഡ്ഹറിംഗ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ. ഓരോന്നിൻ്റെയും പ്രത്യേകത നോക്കാം. ടൈറ്റ് ജംഗ്ഷൻ. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അടുത്തടുത്തുള്ള രണ്ട് സെല്ലുകളുടെയും പ്ലാസ്മ മെംബ്രെയിനെ വളരെ ടൈറ്റാക്കി ചേർത്ത് നിൽക്കുന്ന രീതിയിലുള്ള സെൽ ജംഗ്ഷനാണ്. ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ. അപ്പോൾ ആ ഒരു ടിഷ്യൂസിൽ ഇരുന്നിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ സെക്രീഷൻസിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസസിനെ ലീക്ക് ചെയ്ത് പോകാൻ അനുവദിക്കാതെ ആ ടിഷ്യൂസിനകത്ത് തന്നെ വളരെ ടൈറ്റായിട്ട് പിടിച്ചു വച്ചിരിക്കുന്ന ജംഗ്ഷൻസ് ആണ് ടൈറ്റ് ജംഗ്ഷൻസ്. അതിന് സ്പെഷ്യൽ പ്രോട്ടീൻസുകളൊക്കെ ആ പ്ലാസ്മ മെംബ്രെയിനിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് ടൈറ്റ് ജംഗ്ഷൻ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വളരെ ലിറ്റിലായിട്ടുള്ള എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് മാത്രമേ ഇത്തരം ജംഗ്ഷൻസിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത മറ്റൊരു മോഡിഫിക്കേഷനാണ് അഡ്ഹറിംഗ് ജംഗ്ഷൻ. പെർഫോം സിമന്റിംഗ് ടു കീപ്പ് നൈബറിംഗ് സെൽസ്. അപ്പോൾ ഈ ജംഗ്ഷൻ്റെ പ്രത്യേകത ഈ രണ്ട് സെല്ലുകളെയും തങ്ങളിൽ ഒട്ടിച്ചു വയ്ക്കാനായിട്ട് ചില പ്രത്യേക സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഇവിടെ ഇതൊരു സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനാണ്, ഇത് മറ്റൊരു സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസ് ആണ്. അപ്പോൾ അവിടെ ഫിലമെന്റ്സ് ഓഫ് സൈറ്റോസ്കെലട്ടൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഈ രണ്ട് ജംഗ്ഷൻസിനെയും രണ്ട് സെല്ലുകളെയും പരസ്പരം സിമന്റ് ഇട്ട് ഒട്ടിച്ചു വെച്ചതുപോലെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ജംഗ്ഷനാണ് അഡ്ഹറിംഗ് ജംഗ്ഷൻ. പെർഫോമിംഗ് സിമന്റിംഗ് ടു കീപ്പ് നൈബറിംഗ് സെൽസ്. ഇനി അടുത്ത മറ്റൊരു ജംഗ്ഷനാണ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ രണ്ട് സെല്ലുകളും തങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഗ്യാപ്പ് ഉണ്ടാകും. ഫെസിലിറ്റേറ്റ് ദ സെൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ കണക്റ്റിംഗ് ദ സൈറ്റോപ്ലാസം ഓഫ് അഡ്ജോയിനിങ് സെൽസ് ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ് ആൻഡ് സ്മാൾ ആൻഡ് ബിഗ് മോളിക്യൂൾസ്. അപ്പോൾ ഒരു സെല്ലിൽ നിന്നും അടുത്ത ഒരു സെല്ലിലേക്ക് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു അയോൺ ചാനൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈസി ആയിട്ട് മോളിക്യൂള് ഒരു സെല്ലിൽ നിന്നും അടുത്തൊരു സെല്ലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന സെൽ ജംഗ്ഷനാണ് ഗ്യാപ്പ് ജംഗ്ഷൻ. ഫെസിലിറ്റേറ്റ് ദ സെൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ connecting the cytoplasm of adjoining cells for rapid transfer of ions and small and big molecules. ചെറിയ മോളിക്യൂൾസിനെയും കടത്തിവിടും, വലിയ മോളിക്യൂൾസിനെയും കടത്തിവിടുന്ന തരത്തിൽ ഗ്യാപ്പ് ജംഗ്ഷൻസ് ഫോം ചെയ്തിരിക്കും. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന്റെ പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഹാസ് സെൽസ് ആൻഡ് ഫൈബേഴ്സ് ലൂസ്ലി അറേഞ്ച്ഡ് ഇൻ സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലൂസാണ്. ഈ കണക്റ്റീവ് ടിഷ്യൂവിന് ഹാർഡ്നെസ് കുറവാണ്. കാര്യം എന്താണ്? ഈ ഫൈബേഴ്സ് നേരത്തെ പറഞ്ഞു, ഫൈബ്രോബ്ലാസ്റ്റ് സെൽസുകൾ സെൽ ഓർഗനൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഈ കൊളാജൻ ഫൈബേഴ്സ് ഈ ഒരു മാട്രിക്സിനകത്ത് ലൂസായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫൈബേഴ്സിന്റെ അറേഞ്ച്മെന്റ് എത്രത്തോളം തിക്കൻഡ് ആകുമോ അതിനനുസരിച്ച് കണക്റ്റീവ് ടിഷ്യൂവിന്റെ കട്ടിയും കൂടുകയാണ്. അപ്പോൾ ഇവിടെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിൽ ഈ ഫൈബേഴ്സ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ലൂസിലി അറേഞ്ച്ഡ് ആണ്. ഇനി സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് നേരത്തെ സൂചിപ്പിച്ചു. ഈ സെല്ല് തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു മോഡിഫൈഡ് പോളിസാക്കറൈഡ്സിന്റെ ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള, അത് ഫ്ലൂയിഡും അല്ല അതുപോലെ തന്നെ സോളിഡും അല്ല, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരവസ്ഥ, നല്ല കട്ടിയുള്ള ഒരു നമ്മൾ പറയുക കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ കുറച്ച് സമയം നമ്മൾ തണുക്കാനായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് സോളിഡും അല്ല ലിക്വിഡും അല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തും. അതിനെയാണ് നമ്മളൊരു മാട്രിക്സ് രൂപം അല്ലെങ്കിൽ സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ ഈ കണക്റ്റീവ് ടിഷ്യൂ ഫൈബേഴ്സ് എന്തായിരിക്കും? ലൂസിലി അറേഞ്ച്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ടിഷ്യൂസിനെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ കാണുന്ന അരിയോളാർ ടിഷ്യൂ. അപ്പോൾ അരിയോളാർ ടിഷ്യൂ, അതുപോലെ തന്നെ സ്കിന്നിൽ തന്നെ കാണുന്ന മറ്റൊരു ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ. ഈ രണ്ട് ടിഷ്യൂവും ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിളാണ്. സ്കിന്നിന്റെ അടിയിൽ കാണുന്ന അരിയോളാർ ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂവും, ഈ രണ്ട് ടിഷ്യൂവും ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിളാണ്. ഇനി ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഇറ്റ് കണ്ടെയ്ൻസ് ഫൈബ്രോബ്ലാസ്റ്റ്സ്, സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ഫൈബേഴ്സ്. നേരത്തെ സൂചിപ്പിച്ചു, കൊളാജൻ ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്ന സെൽ ഓർഗനലിനെ വിളിക്കുന്ന പേരാണ് ഫൈബ്രോബ്ലാസ്റ്റ്.
അപ്പം അതുപോലെ തന്നെ ഈ ടിഷ്യൂവിനകത്ത് എംബഡ് ചെയ്യപ്പെട്ടുകൊണ്ട് ആരൊക്കെ കാണുന്നുണ്ട്? മാക്രോഫേജസും മാസ്റ്റ് സെൽസും കാണുന്നുണ്ട്. അപ്പം മാക്രോഫേജസും മാസ്റ്റ് സെൽസും എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ കാണുന്ന 2 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്, RBCയും WBCയും. ആ WBCന്റെ കാറ്റഗറിയിൽ വരുന്ന ടിഷ്യൂസ് ആണ്, സെൽസ് ആണ് ഈ പറയുന്ന മാക്രോഫേജസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ്, ന്യൂട്രോഫില്, ഇസ്നോഫിൽ എന്നൊക്കെ പറയുന്ന സെല്ലുകളാണ് WBCന്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന മോണോസൈറ്റിന്റെ ഒരു രൂപപ്പെട്ട ഒരു സെല്ലാണ് മാക്രോഫേജ് എന്ന് പറയുന്നതും മാസ്റ്റ് സെൽ എന്ന് പറയുന്നതും മോണോസൈറ്റിന്റെ രൂപാന്തരമാണ്. ഈ 2 സെല്ലുകളും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രക്രിയ നിർവഹിക്കുന്ന സെല്ലുകളാണ് മാക്രോഫേജസും മാസ്റ്റ് സെൽസും. അപ്പോൾ ഈ 2 ടൈപ്പ് സെൽസും നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിനകത്ത് കാണാൻ സാധിക്കും. It contains fibroblast. Fibroblast means cells that produce and secrete fibers. അതുപോലെ മാക്രോഫേജസും മാസ്റ്റ് സെൽസിനെയും നമുക്ക് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ കാണാൻ സാധിക്കും. ഇനി നേരത്തെ സൂചിപ്പിച്ചതാണ് അഡിപ്പോസ് ടിഷ്യൂ. നമ്മുടെ സ്കിന്നിൽ അടിയിൽ കാണുന്ന ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന, കൊഴുപ്പ് സംഭരിച്ചു വെക്കുന്ന ടിഷ്യൂവിന് വിളിക്കുന്ന പേരാണ് അഡിപ്പോസ് ടിഷ്യൂ. ഈ അഡിപ്പോസ് ടിഷ്യൂവും ഏത് കാറ്റഗറിയിൽ വരുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. Adipose tissue is loose connective tissue located mainly beneath the skin. അപ്പോൾ സ്കിന്നിന്റെ അടിയിൽ കാണുന്ന കൊഴുപ്പ് സംഭരിച്ചു വെക്കുന്ന ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ. The cells of this tissue are specialized to store fats. The excess amount of nutrients which are not used immediately are converted into fats. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ എനർജിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസുകൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നതിന് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഫാറ്റിന്റെ രൂപത്തിലാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ എനർജിക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിനേക്കാളും കൂടുതലാണെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് വരുന്ന ഫുഡ് ന്യൂട്രിയൻസിനെ എന്തായിട്ട് ശരീരം കൺവേർട്ട് ചെയ്യും? ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും, കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിഷ്യൂവിന് വിളിക്കുന്ന പേരാണ് അഡിപ്പോസ് ടിഷ്യൂ. The excess of nutrients which are not used immediately are converted into fats and stored in this tissue. Dense regular connective tissue-നെ പരിചയപ്പെടാം. In the dense regular connective tissue, the collagen fibers are present in rows between many parallel bundles of fibers. പിക്ചറിൽ കാണാൻ നമുക്ക് ഇവിടെ എന്താ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ കൊളാജൻ ഫൈബേഴ്സ് ആണ്. ഈ കൊളാജൻ ഫൈബേഴ്സ് ഒരു പാരലലായിട്ടുള്ള പല പല ബണ്ടിൽസുകളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ഈ പിക്ചറിലും കാണാൻ നമുക്ക് കൊളാജൻ ഫൈബേഴ്സ് ഒരു റെഗുലർ പാറ്റേണിൽ ഭംഗിയായിട്ട് ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുക. അപ്പൊ ഈ രീതിയിൽ കൊളാജൻ ഫൈബേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ് ടെൻഡൻ. എന്താണ് ടെൻഡൻ എന്ന് പറഞ്ഞാൽ? വിച്ച് അറ്റാച്ച് സ്കെലിറ്റൽ മസിൽസ് ടു ബോൺസ്. ഇപ്പൊ സ്കെലിറ്റൽ മസിൽസ് ബോണുമായിട്ട് ചേരുന്ന സ്ഥലത്ത് ആ ഒരു അറ്റാച്ച്മെന്റ് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ടെൻഡൻസ്. ഇപ്പൊ ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ? ഇറ്റ് ഈസ് എ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഇപ്പൊ ടെൻഡൻ എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂവിൽ തന്നെ ഏത് പാറ്റേണിൽ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ്? റെഗുലർ പാറ്റേണിൽ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇവിടെ കൊളാജൻ ഫൈബേഴ്സ് മെനി പാരലൽ ബണ്ടിൽസ് റെഗുലറായിട്ട് ഇങ്ങനെ റോസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കാണപ്പെടും. ആ രീതിയിൽ കാണപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ് ടെൻഡൻസ്. ടെൻഡൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിളും കൂടിയുണ്ട്, ലിഗമെന്റ്സ്. നേരത്തെ ടെൻഡൻ നമ്മൾ മനസ്സിലാക്കി. ടെൻഡൻ എന്തിനാണ്? മസിൽസിന് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ടെൻഡൻ. ടെൻഡൻ ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് കണക്ട്സ് മസിൽസ് ടു ബോൺ. എന്നാൽ ലിഗമെന്റ്സ് വിച്ച് അറ്റാച്ച് വൺ ബോൺ ടു അനദർ, ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്.
പിക്ചറിൽ നമുക്ക് കാണാം. ഇവിടെ ഫിംഗേഴ്സിൽ കാണുന്ന ബോൺസ് ആണ്. ഫിംഗേഴ്സിൽ തന്നെ ഇതൊരു ബോണ്, ഇതൊരു ബോണ്. നമുക്കറിയാം ഫലാഞ്ചസും കാർപ്പൽസും മെറ്റാകാർപ്പൽസും ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ ഓരോ ബോണിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗമെന്റ്സ്. ലിഗമെന്റ് ഈസ് ആൾസോ എ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ടെൻഡൻസും ലിഗമെന്റ്സും ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ്. ടെൻഡൻസ് എന്ന് പറയുന്നത് വിച്ച് കണക്ട് മസിൽസ് ടു ബോൺ. മസിലിന് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൻസ്. എന്നാൽ ലിഗമെന്റ്സ് എന്ന് പറയുന്നത് വിച്ച് കണക്ട്സ് വൺ ബോൺ ടു അനദർ ബോൺ. ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗമെന്റ്സ്. ബോത്ത് ആർ എക്സാമ്പിൾസ് ഫോർ regular dense regular connective tissue. മസിൽ ടിഷ്യൂവിന്റെ പ്രത്യേകത എന്താണ്? ഈച്ച് മസിൽ ഈസ് മേഡ് ഓഫ് മെനി ലോങ് സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് അറേഞ്ച്ഡ് ഇൻ പാരലൽ ആരേസ്. അപ്പൊ ഈ മസിൽ ടിഷ്യൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുറെ ഫൈബേഴ്സുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ടിഷ്യൂ ആണ്. നേരത്തെ നമ്മൾ കൊളാജൻ ഫൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞതുപോലെ മസിൽ ടിഷ്യൂ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും കുറേ മൈക്രോ ഫൈബ്രിൽസുകൾ ചേർന്നാണ്. അപ്പോൾ ആ ഫൈബേഴ്സിന്റെ പ്രത്യേകത എന്താണ്? മെനി ലോങ് ഫൈബേഴ്സ് ആണ്, നല്ല നീളമുള്ള ഫൈബേഴ്സ് ആണ്, സിലിണ്ട്രിക്കൽ ഷേപ്പിൽ കാണുന്ന ഫൈബേഴ്സ് ആണ്, അറേഞ്ച്ഡ് ഇൻ പാരലൽ അറേസ്, പാരലലായിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഫൈബേഴ്സ് ആണ് മസിൽ ടിഷ്യൂസിൽ കാണാൻ സാധിക്കുന്നത്. These fibers are composed of numerous fine fibrils called myofibrils. ഇപ്പോൾ ഓരോ മസിൽ ഫൈബറിനെയും നമ്മൾ എടുത്തു നോക്കിയാൽ കുറച്ചുകൂടെ ചെറിയ ഫൈബേഴ്സ് കാണാം. അതിന് വിളിക്കുന്ന പേരാണ് മയോഫൈബ്രിൽസ്. മസിൽ ഫൈബേഴ്സ് കോൺട്രാക്ട്, ചുരുങ്ങുന്നുണ്ട്, ഷോർട്ടൺ ചെയ്യുന്നുണ്ട് ഇൻ റെസ്പോൺസ് ടു എ സ്റ്റിമുലേഷൻ. ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ മസിൽ എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു. ദെൻ റിലാക്സ്, lengthen നടക്കും and return to their uncontracted state in a coordinated fashion. ഒരു കോൺട്രാക്ഷനും റിലാക്സേഷനും വഴിയാണ് മസിൽസ് അതിന്റെ മൂവ്മെന്റ് നിർവഹിക്കുന്നത്. മസിൽസിന്റെ ആക്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഓരോ കാര്യത്തിനും നമുക്ക് നമ്മുടെ കൈകളായാലും കാലുകളായാലും മറ്റു ഓർഗൻസുകളായാലും അത് മൂവ് ചെയ്യുന്നതിന് എന്തിന്റെ ആവശ്യമുണ്ട്? ഏത് ടിഷ്യൂവിന്റെ ആവശ്യമുണ്ട്? മസിൽ ടിഷ്യൂവിന്റെ ആവശ്യമുണ്ട്. Their action moves the body to adjust to the changes in the environment and to maintain the positions of the various parts of the body. അപ്പോൾ എൻവയോൺമെന്റിന്റെ ചേഞ്ച് അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഓരോ പൊസിഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുവാനും മസിൽ ടിഷ്യൂസ് നമ്മെ സഹായിക്കുന്നു. In general, muscles play an active role in all the movements of the body. ബോഡിയുടെ മൊത്തത്തിലുള്ള എല്ലാ മൂവ്മെന്റ്സിനും സഹായിക്കുന്ന ടിഷ്യൂ എന്ന് പറയുന്നത് മസിൽ ടിഷ്യൂ ആണ്. മസിൽ ടിഷ്യൂ 3 ടൈപ്പ് മസിൽ ടിഷ്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്കെലിറ്റൽ മസില്, സ്മൂത്ത് മസില്, കാർഡിയാക് മസിൽ. അപ്പൊ 3 ടൈപ്പിലുള്ള മസിൽ ടിഷ്യൂസിനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന മസിൽ ടിഷ്യൂ ആണ് സ്കെലിറ്റൽ മസിൽ ടിഷ്യൂ. ഹാർട്ടിൽ കാണുന്ന മസിൽ ടിഷ്യൂ ആണ് കാർഡിയാക് മസിൽ ടിഷ്യൂ. അതുപോലെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ കാണുന്ന പ്രധാനപ്പെട്ട ടിഷ്യൂ ആണ് സ്മൂത്ത് മസിൽ. ഓരോന്നിന്റെയും പ്രത്യേകത നോക്കാം. ഫസ്റ്റില് നമുക്ക് സ്കെലിറ്റൽ മസിൽസ് ഓർ സ്ട്രയേറ്റഡ് മസിൽ എന്നുള്ള പേരും ഈ മസിൽസിനുണ്ട്. കാരണം നമുക്കിത് നോക്കുമ്പോൾ ഈ മസിൽ ഫൈബേഴ്സിന്റെ പുറത്ത് ഒരുപാട് സ്ട്രയേഷൻസ് കാണുന്ന സാധിക്കും. ഇതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബോഡി മൂവ്മെന്റ്സ് ആൻഡ് ലോക്കോമോഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. സ്കെലിറ്റൽ മസിൽസിന്റെ പ്രോപ്പർട്ടീസും നോക്കാം. സ്കെലിറ്റൽ മസിൽ ടിഷ്യൂ ഈസ് ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ ബോൺസ്. ബോണുമായിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്ത് കാണുന്നത്. ഇനി ടിപ്പിക്കൽ മസിൽ സച്ച് ആസ് ദ ബൈസെപ്സ്. ബൈസെപ്സ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കാണുന്ന ഈ മസിലിനെയാണ് ബൈസെപ്സ് മസിൽ എന്ന് വിളിക്കുന്നത്. സ്ട്രയേറ്റഡ് ഓർ സ്ട്രൈപ്ഡ് skeletal muscle fibers are bundled together in a parallel fashion. ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഓരോന്നും ഓരോ മസിൽ ഫൈബറാണ്. ഇതൊരു മസിൽ ഫൈബറാണ്. ഇത് കുറേ മസിൽസ് ചേർന്ന ഒരു ബണ്ടിലാണ്. ഇത് മറ്റൊരു ബണ്ടിൽ. അപ്പോൾ ഇങ്ങനെ ബണ്ടിൽസിനെ എല്ലാം കൂടി കവർ ചെയ്തുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കണക്റ്റീവ് ഷീത്തും ഉണ്ട്.
A sheath of tough connective tissue encloses several bundles of muscle fibers. അപ്പോൾ ബണ്ടിൽസ് ഓഫ് മസിൽ ഫൈബേഴ്സിനെ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കണക്ടിവിറ്റി ഷീത്ത് കൊണ്ടുള്ള ഒരു കവറിങ്ങും കാണാൻ സാധിക്കും. ഈ സ്മൂത്ത് മസിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ the smooth muscle fibers taper at both ends, fusiform and do not show striations. ഈ മസിൽ ഫൈബേഴ്സിന്റെ പ്രത്യേകത നോക്കിയാൽ ഇതിന്റെ രണ്ട് എൻഡും നല്ല കൂർത്ത ഒരു ആകൃതിയിലായിരിക്കും, ഒരു പോയിന്റഡ് ഷേപ്പിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഷേപ്പിനെയാണ് നമ്മൾ ഫ്യൂസിഫോം ഷേപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫ്യൂസിഫോം ഷേപ്പിലാണ് ഇതിന്റെ മസിൽ ഫൈബേഴ്സ് കാണുക. ഇതില് നേരത്തെ മറ്റ് മസിലായിരുന്നു, സ്കെലറ്റൽ മസിലായിരുന്നെങ്കിൽ സ്ട്രയേഷൻസ് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനത്തെ സ്ട്രയേഷൻസ് കാണാൻ സാധിക്കില്ല. Cell junctions hold them together and they are bundled together in a connective tissue sheath. അപ്പോൾ ഒരു മസിൽ ടിഷ്യൂവും ഒരു മസിൽ ഫൈബറും സ്മൂത്ത് മസിൽ ഫൈബറും അടുത്തൊരു മസിൽ ഫൈബറും ഇതെന്ത് ചെയ്യുന്നു, സെൽ ജംഗ്ഷൻസിൽ എത്തുമ്പോൾ they are bundled together, ഒരു ബണ്ടിലായിട്ടാണ് മാറുന്നു. ഇങ്ങനെ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത്, ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് കൊണ്ട് ഇതിനെയും കവർ ചെയ്യപ്പെട്ട് കാണും. എവിടെയൊക്കെ കാണാൻ സാധിക്കും? ദ വാൾ ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് ദ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, സ്റ്റൊമക്കിനകത്ത് കാണാൻ സാധിക്കും, ഇൻറ്റസ്റ്റൈനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ സ്മൂത്ത് മസിൽസ് ബ്ലഡ് വെസൽസിൽ കാണാൻ സാധിക്കും, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ തുടങ്ങിയ ഇന്റേണൽ ഓർഗൻസിനകത്ത് സ്മൂത്ത് മസിൽസ് കാണാൻ സാധിക്കും. സ്മൂത്ത് മസിൽസിന് മറ്റൊരു പ്രത്യേകതയാണ് ദേ ആർ ഇൻവോളണ്ടറി. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റുന്നതല്ല. വോളണ്ടറി ആണ് ഇൻവോളണ്ടറി. സ്കെലറ്റൽ മസിൽ ആണെങ്കിൽ വോളണ്ടറി മസിൽസ് ആണ്, നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ സ്റ്റൊമക്കിനകത്തോ ഇൻറ്റസ്റ്റൈനകത്തോ ഉള്ള മസിൽസിനെയൊന്നും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റില്ല. അപ്പം അത്തരം മസിൽസ് ആണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുക? ഇൻവോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്മൂത്ത് മസിൽസ് ആ ഒരു കാറ്റഗറിയിലാണ് വരിക. ദേ ആർ ഇൻവോളണ്ടറി ആസ് their functioning cannot be directly controlled. We usually are not able to make it contract merely by thinking about it as we can do with the skeletal muscles. സ്കെലറ്റൽ മസിൽസിന് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റുന്നത് പോലെ സ്മൂത്ത് മസിൽസിന് ചലിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവയെ ഇൻവോളണ്ടറി മസിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ കാണുന്നതാണ് ഹാർട്ടിൽ കാണുന്ന മസിലാണ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ ടിഷ്യൂ ഈസ് എ കോൺട്രാക്റ്റൈൽ ടിഷ്യൂ പ്രസന്റ് ഓൺലി ഇൻ ദ ഹാർട്ട്. ഹാർട്ടിൽ മാത്രം കാണാൻ സാധിക്കുന്ന മസിൽ ടിഷ്യൂ ആണ് കാർഡിയാക് മസിൽ. Cell junctions fuse the plasma membranes of cardiac muscle cells and make them stick together. അപ്പോൾ ഈ ഫൈബേഴ്സിൻ്റെയും പ്രത്യേകതയാണ് അതിൻ്റെ സെൽ ജംഗ്ഷൻസിൽ എത്തുമ്പോഴത്തേക്കും ഈ ഫൈബേഴ്സ് പരസ്പരം ഫ്യൂസ് ചെയ്ത് മാറിയിരിക്കും. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈബർ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അഡ്ജസൻറ്റ് ഫൈബറിനെയും അത് കോൺട്രാക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ മൊത്തം ഫൈബറും ഒരു ബണ്ടിൽ പോലെ കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. Communication junction or intercalated disc at some fusion points. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ജംഗ്ഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സെൽസ്. ഇവിടെ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഇന്റർകാലേറ്റഡ് ഡിസ്ക്. ഈ ഡിസ്ക് ഉള്ളത് കൊണ്ടുള്ള പ്രത്യേകത ഗുണം എന്താണ്? അലൗ ദ സെൽസ് ടു കോൺട്രാക്ട് ആസ് യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എല്ലാ ഫൈബേഴ്സിനെയും കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കും. When one cell receives a signal to contract. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെല്ലിന് അല്ലെങ്കിൽ ഒരു ഫൈബറിന് കോൺട്രാക്ട് ചെയ്യാനുള്ള സിഗ്നൽ കിട്ടിയാൽ ആ എല്ലാ ഫൈബേഴ്സും പരസ്പരം ഇതുപോലെ ഇന്റർകാലേറ്റഡ് ഡിസ്കുകൾ കൊണ്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു ഫൈബർ കോൺട്രാക്ട് ചെയ്യുമ്പോൾ മറ്റ് ഫൈബേഴ്സും എല്ലാം അതിൻ്റെ സ്വാധീനത്തിൽ കോൺട്രാക്ട് ചെയ്യപ്പെടും. Communication junctions or intercalated discs at some fusion points allow the cells to contract as a unit. That is, when one cell receives a signal to contract, its neighbors are also stimulated to contract. ഈ മൂന്ന് മസിൽ ടിഷ്യൂസിൻ്റെയും ഒരു കമ്പാരിസൺ എന്ന് നോക്കാം. സ്കെലറ്റൽ മസിൽ ടിഷ്യൂ എവിടെയാ കാണുക? സീൻ ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു സ്കെലറ്റൽ ബോൺസ്. സ്മൂത്ത് മസിൽ ടിഷ്യൂ എവിടെ കാണും? പ്രസന്റ് ഇൻ ദ വാൾ ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് ബ്ലഡ് വെസൽസ്, സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. കാർഡിയാക് മസിൽ പ്രസന്റ് ഓൺലി ഇൻ ദ ഹാർട്ട്.
ഇതിന്റെ പ്രത്യേകത ഫൈബേഴ്സ് ആർ ബണ്ടിൽഡ് ടുഗദർ ഇൻ എ പാരലൽ ഫാഷൻ. ഫൈബേഴ്സ് ഏത് രീതിയിലാണ് ബണ്ടിൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്? പാരലൽ ബണ്ടിൽസ് ആയിട്ടാണ് ഇത് ഫൈബേഴ്സ് ഇരിക്കുന്നത്. ഇതിലെ ഫൈബേഴ്സ് ആണെങ്കിലോ സ്മൂത്ത് മസിൽസിലെ ഫൈബേഴ്സ് ടാപ്പർ അറ്റ് ബോത്ത് എൻഡ്സ്, രണ്ടെൻഡും കൂർത്താ കാണുക. ആ ഷേപ്പിനെ വിളിക്കുന്ന പേര്, രണ്ടെൻഡും കൂർത്തും നടുക്ക് വീർത്തും കാണുന്ന ആ ഒരു ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂസിഫോം ഷേപ്പ്. ഫ്യൂസിഫോം ഷേപ്പ് എന്ന ഈ സ്മൂത്ത് മസിൽ ഫൈബേഴ്സിന്റെ ഷേപ്പിനെ വിളിക്കുന്ന പേര്. ഇനി കാർഡിയാക് മസിൽ ആണെങ്കിലോ സെൽ ജംഗ്ഷൻസ് ഫ്യൂസ് ദ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് മേക്ക് ദം സ്റ്റിക്ക് ടുഗദർ. സെൽ ജംഗ്ഷൻസ് പരസ്പരം ഒട്ടിയിരിക്കും. പ്ലാസ്മ മെംബ്രെയിൻ ഫ്യൂസ് ചെയ്യുന്നത് കാരണം പരസ്പരം ഒട്ടിയിരിക്കും. സ്കെലറ്റൽ മസിൽസ് വോളണ്ടറി ആണ്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റും. എന്നാൽ സ്മൂത്ത് മസിലും കാർഡിയാക് മസിലും ഇൻവോളണ്ടറി ആണ്. സ്കെലറ്റൽ മസിൽസിൽ സ്ട്രയേഷൻസ് ഉണ്ട്. ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡാർക്ക് ബാൻഡും ആൾട്ടർനേറ്റ് ചെയ്ത് ഡാർക്ക് റീജിയണും ലൈറ്റ് റീജിയണും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സ്മൂത്ത് മസിലാണെങ്കിൽ അങ്ങനത്തെ സ്ട്രയേഷൻസ് ഇല്ല. കാർഡിയാക് മസിൽസിലാണെങ്കിലോ സ്ട്രയേഷൻസ് ഉണ്ട്, എന്നാൽ ഇതുപോലെ നല്ല ഡാർക്ക് സ്ട്രയേഷൻസ് അല്ല, മങ്ങിയ സ്ട്രയേഷൻസ് ആണ്, ഫെയിൻറ്റ് സ്ട്രയേഷൻസ് ആണ്. ഇത്രയുമാണ് മസിൽ ടിഷ്യൂവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ടിഷ്യൂ ആണ് ന്യൂറൽ ടിഷ്യൂ. അനിമൽ ടിഷ്യൂസിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ ആൻഡ് ലാസ്റ്റ് കാറ്റഗറി ന്യൂറൽ ടിഷ്യൂ. ഇപ്പം ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? നെർവ്സ് അല്ലേ, നാഡികൾ. നമ്മുടെ തലച്ചോറും സുഷുപ്ന നാഡിയും അതുപോലെയുള്ള മറ്റ് നാഡികളും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂറോൺസുകൾ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ആണ്. ആവേഗങ്ങളെ തലച്ചോറിലേക്കും മറ്റ് കേന്ദ്ര നാഡീ വ്യൂഹത്തിലേക്കും എത്തിക്കുകയും അവിടെ നിന്നുള്ള സിഗ്നൽസുകളെ അതിൻ്റെ എഫക്റ്റാർ ഓർഗൻസിലേക്ക് കൊണ്ടുകൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ന്യൂറൽ ടിഷ്യൂവിൻ്റെ ജോലി. ഇറ്റ് ഈസ് എ ഹൈലി സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ഫോർ റിസീവിംഗ് സ്റ്റിമുലൈ ആൻഡ് കണ്ടക്റ്റിംഗ് ഇമ്പൾസസ്. ഇറ്റ് കോർഡിനേറ്റ്സ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ന്യൂറൽ ടിഷ്യൂസ് ആണ്. ന്യൂറൽ ടിഷ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സെല്ലാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. ന്യൂറൽ ടിഷ്യൂവിന് നമ്മുടെ ന്യൂറോൺസ് ഉണ്ട്. ആക്സോണും ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റ്സും സെൽ ബോഡിയും എല്ലാം ചേർന്നിട്ടുള്ള ന്യൂറൽ ടിഷ്യൂവിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോഗ്ലിയ. ന്യൂറോഗ്ലിയൽ സെൽസ് പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺസ്. ന്യൂറോഗ്ലിയ മേക്കപ്പ് മോർ ദാൻ 1/2 ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ. അപ്പം മൊത്തം നമ്മുടെ ന്യൂറൽ ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ ആ ന്യൂറൽ ടിഷ്യൂവിൻ്റെ വോളിയത്തിലെ പകുതി വോളിയവും വരുന്നത് ന്യൂറോഗ്ലിയ സെൽസ് ആണ്. ന്യൂറോഗ്ലിയ സെൽസ് ആണ് സപ്പോർട്ടിംഗ് സെൽസ് ഓഫ് നെർവസ് സിസ്റ്റം. ഇനി നമുക്ക് കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സിനെ കുറിച്ച് നോക്കാം. മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്. കോക്രോച്ചിനെ സംബന്ധിച്ച് അതിൻ്റെ മൗത്ത് പാർട്സിനെ വിളിക്കുന്ന പേര് കട്ടിംഗ് ആൻഡ് ബൈറ്റിംഗ് ആൻഡ് ചൂവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് എന്നാണ് വിളിക്കുക. ബൈറ്റിംഗ് ആൻഡ് ചൂവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ അതിന് കടിക്കാനും പറ്റും, ചവയ്ക്കാനും പറ്റും. അതാണ് ബൈറ്റിംഗ് ആൻഡ് ചൂവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ്. പിക്ചറിൽ നമുക്കതിൻ്റെ പാർട്ടുകൾ കാണാം. ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ലേബ്രം. ലേബ്രം അല്ലെങ്കിൽ അപ്പർ ലിപ്പ്. ഈ താഴെ കാണുന്ന പാർട്ടാണ് ലേബിയം അല്ലെങ്കിൽ ലോവർ ലിപ്പ്. ഇപ്പോൾ മേൽച്ചുണ്ടെന്നും കീഴ്ച്ചുണ്ടെന്നും വിശേഷിപ്പിക്കാം. ലേബ്രമാണ് അതിൻ്റെ അപ്പർ ലിപ്പ്, ലേബിയമാണ് അതിൻ്റെ ലോവർ ലിപ്പ്. ഇനി ഇതിൻ്റെ ടീത്ത് എന്ന് പറയാവുന്ന ഭാഗമാണ് ഈ കാണുന്ന മാൻറ്റിബിൾ. മാൻറ്റിബിളാണ് അതിൻ്റെ ടീത്ത്. അപ്പോൾ ടീത്തിൽ ഗ്രൈൻഡിങ് റീജിയണും ഉണ്ട്, ഇൻസൈസിങ് റീജിയണും ഉണ്ട്. ഇപ്പോൾ ഗ്രൈൻഡിങ് റീജിയൺ എന്ന് പറഞ്ഞാൽ ഫുഡ് പാർട്ടിക്കിളിനെ ചവയ്ക്കാനുള്ള റീജിയൻ, ഗ്രൈൻഡ് ചെയ്യാനുള്ള റീജിയൻ. ഇൻസൈസിങ് റീജിയൻ എന്ന് പറയുമ്പോൾ അതിനെ കട്ട് ചെയ്യാനുള്ള റീജിയൻ. അപ്പോൾ അതിനെ കട്ട് ചെയ്യാനും ചവയ്ക്കാനും സഹായിക്കുന്നത് മാൻറ്റിബിൾ എന്ന് പറയുന്ന പാർട്ടാണ്. പിന്നെ ഈ ഒരു മൗത്ത് ക്യാവിറ്റിക്കകത്ത് ഒരു ടീത്ത് ഉണ്ടാവും, നാക്കുണ്ട്. ആ നാക്കിനെ വിളിക്കുന്ന പേര് ഹൈപ്പോഫാരിങ്സ് എന്നാണ് വിളിക്കുക. ഹൈപ്പോഫാരിങ്സ് ആണ് അതിൻ്റെ ടങ്. ഇനി ഈ മൗത്ത് പാർട്സിൽ ഉൾപ്പെടുന്ന 2 സെൻസറി ഓർഗനാണ്, സെൻസേഷന് സഹായിക്കുന്ന പാർട്ടാണ് ഒരു പെയർ മാക്സില.
മാക്സില എന്ന് പറയുന്നത് അതിൻ്റെ സെൻസറി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്ന പാർട്ടാണ്. Anterior end of the head bears appendages forming biting and chewing type of mouth parts. Biting and chewing type ആണ് mouth parts. Upper lip is known as labrum. A pair of mandibles ഉണ്ട്, a pair of maxillae ഉണ്ട്, അതിൻ്റെ lower lip labia ഉണ്ട്. A median flexible lobe acting as tongue or hypopharynx lies within the cavity enclosed by the mouth parts. അപ്പോൾ മൗത്ത് പാർട്സിൻ്റെ ക്യാവിറ്റിക്കകത്ത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലോബുണ്ട്. അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ടങ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്ത് പേരിലാണ് വിളിക്കുക? ഹൈപ്പോഫാരിങ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ മൗത്ത് പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലേബ്രം, ലേബിയം, മാൻഡിബിൾ, മാക്സില. ഇത്രയുമാണ് കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ്. കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റം അഥവാ അലിമെൻ്ററി കനാൽ, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 regions. 3 പ്രധാനപ്പെട്ട റീജിയൻസ് ആയിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ തിരിച്ചിട്ടുണ്ട്. മൗത്ത് മുതൽ ഏനസ് വരെയുള്ള ഭാഗമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. അപ്പോൾ ഈ റീജിയൻസിനെ 3 regions ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ റീജിയനെ ഫോർഗഡ് എന്നും, അടുത്ത കുറച്ച് ഭാഗത്തിനെ മിഡ്ഗഡ് എന്നും, ലാസ്റ്റ് പോർഷനെ ഹൈൻഗഡ് എന്നും വിളിക്കുന്നു. ഫോർഗഡ്, മിഡ്ഗഡ്, ഹൈൻഗഡ്. ഇതിൽ ആദ്യത്തെ ഭാഗം ഫോർഗഡിൽ എന്തൊക്കെ വരുന്നു എന്ന് നോക്കാം. ഇവിടെ മൗത്ത് ഉണ്ട്. അപ്പോൾ മൗത്ത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു ഫാരിങ്സ് എന്നൊരു റീജിയൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫാരിങ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് ഇതാ ഈ കാണുന്ന ഈസോഫേഗസ് എന്ന് പറയുന്ന ഭാഗം. അത് കഴിഞ്ഞിട്ട് ക്രോപ്പ്, ഗിസാഡ്. ഫോർഗട്ടിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത് മൗത്ത്, ഫാരിങ്സ്, ഈസോഫേഗസ്, ക്രോപ്പ്, ഗിസാഡ്. ഗിസാഡിനെ മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടും, പ്രോ വെൻട്രിക്കുലസ് എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടും. ഗിസാഡ് ഓർ പ്രോ വെൻട്രിക്കുലസ്. ദ എൻറ്റയർ ഫോർഗഡ് ഈസ് ലൈൻഡ് ബൈ ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ എന്നുള്ള ഒരു ആവരണം കൊണ്ട് ഫോർഗഡ് മൊത്തത്തിൽ ആവരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർഗഡിൻ്റെ ഭാഗങ്ങൾ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം. മൗത്ത്, ഫാരിങ്സ്, ഈസോഫേഗസ്, ക്രോപ്പ്, ഗിസാഡ് ഓർ പ്രോ വെൻട്രിക്കുലസ്. ഇത്രയുമാണ് ഫോർഗഡിൽ വരുന്ന ഭാഗങ്ങൾ. ഇനി ഇതിലെ ക്രോപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫാരിങ്സും ഈസോഫേഗസും കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ഒരു വലിയൊരു ചേംബറാണ് ഈ ക്രോപ്പ് എന്ന് പറയുന്ന ചേംബർ. ഈസോഫേഗസ് ഓപ്പൺ ഇൻറ്റു എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ കാൾഡ് ക്രോപ്പ്. ഒരു സഞ്ചി പോലത്തെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സഞ്ചിയാണ്. വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഓഫ് ഫുഡ്. അപ്പോൾ കോക്രോച്ച് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന, നമ്മുടെയൊക്കെ സ്റ്റൊമക്ക് പോലെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന കോക്രോച്ചിൻ്റെ ഭാഗമാണ് ക്രോപ്പ് എന്ന് പറയുന്ന ഭാഗം. ഇനി അടുത്ത ഭാഗമാണ് ഗിസാഡ് എന്ന് പറയുന്ന ഭാഗം. അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഗിസാഡ് ഹെൽപ്സ് ഇൻ ഗ്രൈൻഡിങ് ദ ഫുഡ് പാർട്ടിക്കിൾസ്. ഫുഡ് പാർട്ടിക്കിളിനെ ശരിക്കും ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഗിസാഡാണ്. അപ്പം ഇങ്ങനെ ഗ്രൈൻഡിങ്ങിന് വേണ്ടി ഈ ഗിസാഡിനകത്ത് അല്ലെങ്കിൽ പ്രോ വെൻട്രിക്കുലസിനകത്ത് ടീത്തുണ്ട്. ടീത്ത് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. എന്തായാലും ഗിസാഡിൻ്റെ ഔട്ടർ റീജിയൺ എന്ന് പറയുന്നത് സർക്കുലാർ മസിൽസ് കൊണ്ടുള്ള ഒരു കവറിംഗ് ആണ്. ഔട്ടർ ലെയർ ഓഫ് തിക്ക് സർക്കുലാർ മസിൽസ്, നല്ല കട്ടിയുള്ള സർക്കുലാർ മസിൽസ് കൊണ്ടുള്ള ഒരു ആവരണമാണ് ഗിസാഡിൽ ആദ്യം കാണുക. ഇനി അതിന് അകത്തായിട്ട് ഇന്നർ ക്യൂട്ടിക്കിൾ ഫോമിങ് 6 ഹൈലി കൈറ്റിനസ് പ്ലേറ്റ്സ്. ഇപ്പോൾ കൈറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല കട്ടിയുള്ള കുറേ പ്ലേറ്റുകളാണ്. എത്ര പ്ലേറ്റുകളുണ്ട്? 6 പ്ലേറ്റുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇത് 6ഉം ടീത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഗിസാഡ് or proventriculus, it has an outer layer of thick circular muscles and thick inner cuticle forming 6 highly chitinous plate called teeth. ഇനി അടുത്തൊരു പാർട്ടാണ് ഹെപ്പാറ്റിക് CK അല്ലെങ്കിൽ ഗാസ്ട്രിക് CK എന്ന് പറയുന്ന പാർട്ട്. ക്രോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ഗിസാഡും കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു റീജിയനാണ് ഫോർഗഡിലെ ഹെപ്പാറ്റിക് CK എന്ന് പറയുന്ന റീജിയൻ. എന്താണത്? എ റിംഗ് ഓഫ് 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ്. അപ്പോൾ ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഈ ട്യൂബ്യൂളിന് പുറത്തേക്ക് ഇവിടെ ഓപ്പണിംഗ് ഇല്ല. ഓപ്പണിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെ ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. അകത്തേക്ക് മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ. അങ്ങനെ ഒരു 6 മുതൽ 8 എണ്ണം വരെ കാണും. ഈ ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് CK അല്ലെങ്കിൽ ഗാസ്ട്രിക് CK എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്.
ഇതിൻ്റെ ഫങ്ഷൻ ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുക. അപ്പോൾ ഡൈജഷന് സഹായിക്കുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയ ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഹെപ്പാറ്റിക് CK എന്ന് വിളിക്കുന്നത്. A ring of 6 to 8 blind tubules called hepatic or gastric CK is present at the junction of foregut and midgut. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഓർമ്മിക്കുക. ഇത്രയും ഇതുവരെ വരുന്ന ഗിസാഡ് വരെ വരുന്ന ഭാഗമാണ് ഫോർഗഡ്. അപ്പോൾ അതിന് ശേഷം വരുന്ന ഭാഗമാണ് മിഡ്ഗഡ്. അപ്പോൾ ഫോർഗഡിനും മിഡ്ഗഡും ചേരുന്ന സ്ഥലത്ത് 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് കാണും. അപ്പോൾ ആ ബ്ലൈൻഡ് ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് CK ഓർ ഗ്യാസ്ട്രിക് CK. എന്താ അതിൻ്റെ ഫങ്ഷൻ? വിച്ച് സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹെപ്പാറ്റിക് CKയുടെ ഫങ്ഷൻ. ഇനി മറ്റൊരു പാർട്ടിൻ്റെ പേര് പരിചയപ്പെടാം. ദാറ്റ് ഈസ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഇത് കാണുന്നത് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് മിഡ്ഗഡ് ആൻഡ് ഹൈൻഗഡ്. അപ്പം മിഡ്ഗഡും ഹൈൻഗഡും ചേരുന്ന സ്ഥലത്താണ്. ഇതാണ് ഹൈൻഗഡ്, ഇത് മിഡ്ഗഡ്. ഇത് രണ്ടും കൂടെ ചേരുന്ന സ്ഥലത്ത് ദർ ഈസ് എ റിംഗ് ഓഫ് 100 to 150 യെല്ലോ കളേർഡ് തിൻ ഫിലമെൻ്റസ് ട്യൂബ്യൂൾസ്. അപ്പം 100 മുതൽ 150 വരെ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ഫിലമെൻ്റസ് ട്യൂബ്യൂൾസ് കാണാൻ സാധിക്കും. ആ ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് ഇതിൻ്റെ എക്സ്ക്രീഷൻ ഫങ്ഷൻ ചെയ്യുന്ന പാർട്ട്, അല്ലെങ്കിൽ കോക്രോച്ചിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പാർട്ട്. ദാറ്റ് ഈസ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ദേ ഹെൽപ്പ് ഇൻ റിമൂവൽ ഓഫ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഫ്രം ഹീമോലിംഫ്. ഹീമോലിംഫാണ് അതിൻ്റെ ബ്ലഡിനെ വിളിക്കുന്ന പേര്. ആ ഹീമോലിംഫിൽ നിന്നുള്ള എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യുക എന്നുള്ള ഫങ്ഷൻ ചെയ്യുന്ന ട്യൂബ്യൂൾസാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഫോർഗഡിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ പോർഷനെ നമ്മൾ ഈസോഫേഗസ് എന്ന് വിളിക്കുന്നു. ഈസോഫേഗസ് കഴിഞ്ഞിട്ട് വരുന്ന പോർഷനാണ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഫുഡിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന പാർട്ടാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷനാണ് ഗിസാഡ് എന്ന് വിളിക്കുന്നത്. ഗ്രൈൻഡ് ചെയ്യുന്ന പോർഷനാണ് ഹെപ്പാറ്റിക് CK എന്ന് പറയുന്ന പോർഷൻ. ഫോർഗഡും മിഡ്ഗഡും ചേരുന്ന സ്ഥലത്ത് കാണുന്നു. അവിടെ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുകയാണ്. ഇനി മിഡ്ഗഡും ഹൈൻഗഡും ചേരുന്ന സ്ഥലത്ത് കാണുന്ന 100 to 150 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ്, അതിനെ വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. എക്സ്ക്രീറ്ററി ഫങ്ഷൻ ചെയ്യുന്ന ട്യൂബ്യൂളാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഇനി ഹൈൻഗഡിൻ്റെ പാർട്ട് നോക്കാം. ദ ഹൈൻഗഡ് ഈസ് ബ്രോഡർ ദാൻ മിഡ്ഗഡ് ആൻഡ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഇലിയം, കോളോൺ ആൻഡ് റെക്റ്റം. ഇവിടെ ഫോർഗഡ് കണ്ടു. ഫോർഗഡിന് ശേഷം വരുന്ന ഭാഗമാണ് മിഡ്ഗഡ്, അല്ലെങ്കിൽ മീസെൻട്രോൺ എന്ന് വിളിക്കുന്നു. മീസെൻട്രോൺ ഓർ മിഡ്ഗഡ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പാർട്ടുകളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷനാണ് ഹൈൻഗഡ്. അപ്പോൾ ഹൈൻഗഡിനെ 3 പാർട്ടായിട്ട് തിരിക്കുന്നു. ഇലിയം എന്നും കോളോൺ എന്നും റെക്റ്റം എന്നും പറയുന്ന 3 പാർട്ട്. ഇലിയം, കോളോൺ, റെക്റ്റം എന്ന് പറയുന്ന 3 പാർട്ടായിട്ട് ഹൈൻഗഡിനെ തിരിച്ചിട്ടുണ്ട്. ദ റെക്റ്റം ഓപ്പൺസ് ഔട്ട് ത്രൂ ഏനസ്. റെക്റ്റം പുറത്തേക്ക് ഏനൽ ഓപ്പണിംഗ് വഴി പുറത്തേക്ക് തുറക്കുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടുകൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് 3 പാർട്ടുകളെ നമ്മൾ തിരിക്കുന്നു. ഫോർഗഡ്, മിഡ്ഗഡ് ഓർ മീസെൻട്രോൺ, ഹൈൻഗഡ്. ഫോർഗഡിൻ്റെ പാർട്ടുകളാണ് മൗത്ത്, ഫാരിങ്സ്, ഈസോഫേഗസ്, ക്രോപ്പ്, ഗിസാഡ് ഓർ പ്രോവെൻട്രിക്കുലസ്, ഹെപ്പാറ്റിക് ഓർ ഗ്യാസ്ട്രിക് CK. ഹൈൻഗഡിൻ്റെ പോർഷൻസാണ് ഇലിയം, കോളോൺ, റെക്റ്റം, ഏനസ്. പിക്ചറിൽ ഒന്നുകൂടെ നോക്കുക. ഇവിടെ കാണാം നമുക്ക് മൗത്ത് കഴിഞ്ഞിട്ടുള്ള ഫാരിങ്സ് കാണാം. ഇതിവിടെ ഈസോഫേഗസ്, ക്രോപ്പ്, ഗിസാഡ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഫോർഗഡും മിഡ്ഗഡും ചേരുന്ന സ്ഥലത്ത് ഹെപ്പാറ്റിക് CK കാണാം. അത് കഴിഞ്ഞിട്ട് മിഡ്ഗഡ് ഓർ മീസെൻട്രോൺ കാണാം. അത് കഴിഞ്ഞിട്ട് മിഡ്ഗഡും ഹൈൻഗഡും ചേരുന്ന സ്ഥലത്ത് ഇവിടെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് കാണാം. ഇവിടെ ഹൈൻഗഡിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഇലിയം, കോളോൺ, റെക്റ്റം എന്നീ പാർട്ടുകളെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി കോക്രോച്ചിൻ്റെ ഐയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കോക്രോച്ചിൻ്റെ വിഷൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് വിഷനാണ്, അല്ലെങ്കിൽ മൊസൈക്ക് വിഷനാണ്. ഐസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഐസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ഐസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ കണ്ണുകളിൽ ഒരു ലെൻസേ ഉള്ളൂ. ഒരു ലെൻസ് കണ്ണിൽ നിന്ന് വസ്തുവിൽ നിന്നുള്ള ലൈറ്റ് കളക്ട് ചെയ്ത് റെറ്റിനയിൽ അതിൻ്റെ ഇമേജ് പതിപ്പിക്കുന്നു. എന്നാൽ കോക്രോച്ചിനെ സംബന്ധിച്ചിടത്തോളം 2000-ഓളം ഇതുപോലത്തെ ലെൻസ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒരു ഹെക്സഗണൽ ഷേപ്പിലായിരിക്കുന്നത്. പിക്ചറിൽ നോക്കിയാൽ കാണാം.
ഇത് ഓരോന്നും ഓരോ ഐ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇപ്പോൾ കോക്രോച്ചിൻ്റെ ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഒമാറ്റിഡിയ. പ്ലൂറൽ ഒമാറ്റിഡിയ, സിംഗുലർ ഒമാറ്റിഡിയം. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ഒമാറ്റിഡിയമാണ്, ഒരു ഹെക്സഗണൽ ഷേപ്പിൽ കാണുന്ന ഈ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ കണ്ണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ 2000-ഓളം കണ്ണുകൾ ചേർന്നതാണ് കോക്രോച്ചിൻ്റെ ഒരു സിംഗിൾ ഐ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കോമ്പൗണ്ട് ഐ എന്ന് വിളിക്കുന്നത്. ദ കോമ്പൗണ്ട് ഐസ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ദ ഡോർസൽ സർഫസ് ഓഫ് ദ ഹെഡ്. ഈച്ച് ഐ കൺസിസ്റ്റ് ഓഫ് അബൌട്ട് 2000 ഹെക്സഗണൽ ഒമാറ്റിഡിയ, സിംഗുലർ ഒമാറ്റിഡിയം. കോക്രോച്ചിൻ്റെ ഐയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, കോമ്പൗണ്ട് ഐസ് ആണ്. ഈ കോമ്പൗണ്ട് ഐസ് കാരണം ഉണ്ടാകുന്ന വിഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് മൊസൈക്ക് വിഷൻ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെവറൽ ഒമാറ്റിഡിയ എ കോക്രോച്ച് ക്യാൻ റിസീവ് സെവറൽ ഇമേജസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. സൂചിപ്പിച്ചു, ഏകദേശം 2000-ഓളം ഒമാറ്റിഡിയാണ് ഒരു ഐയിൽ കാണുന്നത്. ഈ ഓരോ ഒമാറ്റിഡിയയും ഓരോ ലെൻസായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഓരോ കണ്ണുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഒമാറ്റിഡിയയിൽ നിന്നും ഓരോ ഇമേജ് ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് ഇമേജാണ് കോക്രോച്ചിൽ ഒരേ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെവറൽ ഒമാറ്റിഡിയ എ കോക്രോച്ച് ക്യാൻ റിസീവ് സെവറൽ ഇമേജസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഈ രീതിയിലുള്ള വിഷനെ വിളിക്കുന്ന പേരാണ് മൊസൈക്ക് വിഷൻ. അപ്പോൾ ഈ മൊസൈക്ക് വിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പിക്ചറിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊരു നോർമൽ വിഷനാണ്, ഇത് ഒരു മൊസൈക്ക് വിഷൻ്റെ ഇമേജാണ്. രണ്ടും തമ്മിലുള്ള വേരിയേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് റെസല്യൂഷൻ ഉണ്ട്. അതായത് ഇതിലെ ഓരോ സ്പോട്ടിനെയും നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ മൊസൈക്ക് വിഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റെസല്യൂഷൻ വളരെ കുറവായിരിക്കും. ദിസ് കൈൻഡ് ഓഫ് വിഷൻ ഈസ് നോൺ ആസ് മൊസൈക്ക് വിഷൻ വിത്ത് മോർ സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി കൂടുതലാണ്, പക്ഷേ റെസല്യൂഷൻ വളരെ കുറവാണ്. ബീയിങ് കോമൺ ഡ്യൂറിങ് നൈറ്റ്, ഹെൻസ് കാൾഡ് നൊക്ടേണൽ വിഷൻ. അപ്പോൾ ഈ ടൈപ്പ് വിഷനെ വിളിക്കുന്ന പേരാണ് നൊക്ടേണൽ വിഷൻ. അപ്പോൾ ഇത് കൂടുതലും നൈറ്റ് വിഷൻ ഉള്ള അനിമൽസിൽ കാണുന്ന ഒരു ടൈപ്പ് വിഷനാണ് മൊസൈക്ക്. വീഡിയോ ലെസൺസ് പ്ലീസ് സബ്സ്ക്രൈബ് TLB's ബയോളജി ക്ലാസ്സസ്. താങ്ക് യു.